അജാതശത്രവേ ഭൂരി ദ്രവിണം നിർവയക്ഷ്യതേ ശ്രുത്വാജിതം ജരാസന്ധം നൃപതേർധ്യായതോ ഹരി ആഹോപായം തമേവാദ്യൂദ്ധോയമുവാച ഭീമസേനോ അർജുനകൃഷ്ണോ ബ്രഹ്മലിംഗധരാസ്ത്രയഃ ജഗ്മുർഗിരിവർജം താത ബൃഹദ്രഥസുതോ യതഃ തേ ഗത്വാദിത്യവേലായം ഗൃഹേഷു ഗൃഹമേധിനം ബ്രഹ്മണ്യം സമയാചേരരാജന്യ ബ്രഹ്മലിംഗിനഃ രാജൻ വിദ്യ അതിഥീൻ പ്രാപ്താൻ അർത്ഥിനു ദൂരമാഗതാൻ തന്ന പ്രയച്ഛ ഭദ്രം തയദ്വയം കാമയാമഹേ കിം ദുർമരിഷം ദിദിക്ഷൂണം കിമകാര്യമസാധുഭി കിം ന ദയമദാന്യാനം കപ്പരസമദർശിന യോ നിത്യേന ശരീരേണ സദാം ഗേയമശോ ധ്രുവം നാജിനോതി സ്വയംകൽപ്പഃ സ വാച്യഃ ശോച്യേവ സഹ ഹരിശ്ചന്ദ്രോ രന്തിദേവോഞ്ചവൃത്തി ശിബിർബലിഃ വ്യാധക്കബോധോ ബഹോഹ്യ ധ്രുവേണ ധ്രുവം ഗതാഃ ശ്രീശുക ഉവാച സ്വരൈരാകൃതിഭിസ്താംസ്തു പ്രകോഷ്ഠൈർജ്യാഹതൈരഭി രാജന്യബന്ധുൻ വിജ്ഞായ ദൃഷ്ടപൂർവാൻ അചിന്തയൽ രാജന്യബന്ധവോ ഹ്യതേ ബ്രഹ്മലിംഗാനി ബിഭ്രതി ദദാമി ഭീക്ഷിതം തേഭ്യ ആത്മാനമപി ദുസ്ത്യജം ബലേർന്നു ശ്രൂയതേ കീർത്തി വിദദാദിക്ഷകൽമഷ ഐശ്വര്യൽഭ്രംശിതസ്യാപി വിപ്രവ്യാജേന വിഷ്ണുന ശ്രിയം ജിഹീരിഷതേന്ദ്രസ്യ വിഷ്ണവേ ദ്വിജരൂപിണേ ജാനന്യഭിമഹീം പ്രാതൽവാര്യമാണോപി ദൈത്യരാട്ട് ജീവതാ ബ്രാഹ്മണാർത്ഥായ കോന്നു അർത്ഥക്ഷത്രബന്ധുന ദേഹേന പദമാനേന നേഹത വിപുലയശഃ ഇത്യുദാരമതി പ്രാഹ കൃഷ്ണാർജുന വൃഗോദരാൻ ഹേ വിപ്രാവ്രിയതാം കാമുദദാമി ആത്മശിരോപി വഹ ശ്രീഭഗവാനുവാച യുദ്ധം നോ ദേഹി രാജേന്ദ്ര ദ്വന്ദ്വശ്വേതി മന്യസേ യുദ്ധാർത്ഥിനോ വയം പ്രാപ്ത രാജന്യനാന്യകാംക്ഷിണ അസൗ വൃഗോദര പാർത്ഥസ്തസ്യ ഭ്രാതാർജുനോ ഹേയം അനയോർമാതുലേയം മം കൃഷ്ണം ജാനീഹി തേ രിപും ഏവമാവേദിതോ രാജ ജഹാസോച്ചൈസ്മമാഗധ ആഹജാമരിഷിതോ മന്ദായുദ്ധം ദരിഹി ദദാമി വഹ നത്വയാ ഭീരുണായോത്സയുധി വിക്ലവചേതസ മധുരാം സ്വപരീം തെക്ക്വാ സമുദ്രം ശരണം ഗത അയം തു വയസാതുല്യനാദിസത്വ നമേ സമഃ അർജുനോ ന ഭവേല്യോധ ഭീമസ്തുല്യബലോ മമ ഇത്യുക്ത്വാ ഭീമസേനായ പ്രാദായ മഹതീം ഗതാം ദ്വിതീയാം സ്വയമാദായ നിർജഗാമ പുരാത്ഭിഃ തതസ്സമേഖലേ വീരസംയുക്ത വിതരേതരൗ ജഘ്നദുർവജ്രകൽപാഭ്യാം ഗതാഭ്യാം രണദുർമദൗ മണ്ഡലാനി വിചിത്രാണി സവ്യം ദക്ഷിണമേവ ച ചരതോഃ ശുശുഭേ യുദ്ധം നടയോരിവിരങ്കിണോഃ തതശ്ചടചടാശബ്ദവജ്രനിഷ്പേഷസന്നിഭ ഗദയോഃ ക്ഷിപ്തയോ രാജൻ ദന്തയോരിവ ദന്തിനോഃ തേവൈകതേ ഭുജജവേന നിപാത്യമാനേ അന്യോന്യതോംസകടിപാതകരോരുജത്രൂൻ ചൂർണീ ബഭൂവതിരുപേത്യഥാർക്കശാഖേ സംയുധ്യതോർദിരുതയോരിവദീപ്തമന്യോഃ ഇത്തം തയോഃ പ്രഹതയോർഗതയോർനിർവീരൗ ക്രുദ്ധൗ സ്വമുഷ്ടിഭിരസ്പരിശൈരഭിംഷ്ട ശബ്ദസ്തയോഃ പ്രഹരതോരിഭയോരിവാസി നിർഘാതവജ്രപരുഷസ്ഥലതാടനോത്ഥ തയോരേവം പ്രഹരതോഃ സമശിക്ഷബലൗജസോഃ നിർവിശേഷമഭൂലിയുദ്ധമക്ഷീണജവയോർനൃപ ഏവം തയോർമഹാരാജ യുധ്യതോഃ സപ്തവിംശതി ദിനാനി നിരകംസ്തത്ര സുഹൃദ്വന്നിശിതിഷ്ഠതോഃ ഏകദാമാതുലേയം വൈ പ്രാഹരാജൻ മൃഗോദരഃ ന ശക്തോഹം ജരാസന്ധം നിർജേതും യുധി മാധവ ശത്രോർജന്മമൃതീ വിദ്വാൻ ജീവിതം ച ജരാകൃതം പാർത്ഥമാപ്യായൻ സ്വേന തേജസാ ചിന്തയദ്ധരി സഞ്ചിന്യാരിവധോപായം ഭീമസ്യാമോഘദർശന ദർശയാമാസ വിടവം പാടയന്യവ സംജ്ഞയാ തദ്വിജ്ഞായ മഹാസത്വ ഭീമ പ്രഹരിതാംബര ഗൃഹീത്വ പാദയോ ശത്രും പാദയാമാസ ഭൂതലെ ഏകം പാദം പദാക്രമ്യതോർഭ്യമന്യം പ്രഗൃഹ്യ സഹ ഗുദത പാടയാമാസ ശാഖാമിവ മഹാഗജ ഏകപാദോരുവൃഷണകടി പൃഷ്ഠസ്ഥനാംസകെ ഏകബാഹുക്ഷി ഭ്രൂകർണേ ശകലേ ദദിശു പ്രജാഃ ഹാഹാകാരോ മഹാനാസി നിഹതേ മഗധേശ്വരേ പൂജയാമാസ ദുർഭീമം പരിഭ്യജയാച്യുതൗ സഹദേവം തത്തനയം ഭഗവാൻ ഭൂതഭാവനഃ അഭ്യഷിഞ്ച തമേയാത്മമഗധാനം പതിം പ്രഭുഃ മോചയാമാസ രാജന്യാൻ സംരുദ്ധാമാഗധേനയേ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ശ്രീശുക ഉവാച അയുതേ ദ്വേഷതാന്യഷ്ടൗ ലീലയായുധി നിർജിതാഃ തേ നിർഗതാ ഗിരിദ്രോണ്യമലിനാമലവാസസ ക്ഷുൽക്ഷാമാഃ ശുഷ്കവദനാഃ സംരോധപരികർഷിതാഃ ദദൃശുസ്തേ ഘനശ്യാമം പീതകൗശയവാസസം ശ്രീവത്സാംഗം ചതുർബാഹും പൽപഗർഭാരുണേക്ഷണം ചാരുപ്രസന്നവദനം സ്ഫുരൻ മകരകുണ്ടലം പത്മഹസ്തം ഗദാശംഖരഥാംഗൈരുപലക്ഷിതം കിരീടഹാരകടകടിസൂത്രാംഗദാചിതം ഭ്രാജദ്വരമണി ഗ്രീവനിവീതമനമാലയ പിബന്ധൈവ ചക്ഷുർഭ്യം ലിഹന്തൈവ ജിഹ്വയാ ജിഘ്രം ദൈവ നാസാഭ്യം രംഭം ദൈവ ബാഹുഭി പ്രണയമൃഹതപാപ്മാനുമൂർധഭിപാദയോരിഹരേഃ കൃഷ്ണ സന്ദർശനാഹ്ലാദധ്വസ്ത സംരോധനക്ലമാഃ പ്രശശം സുരഹൃഷീകേശങ്കീർഭിപ്രാഞ്ജലയോ നൃപാഃ രാജാന ഊജുഃ നമസ്തേ ദേവദേവേശ പ്രപന്നാർത്തിഹരാവ്യയ പ്രപന്നാൻ പാഹി ന കൃഷ്ണ നിർവിണ്ണൻ ഘോര സംസൃതേഃ
നൈനം നാഥ അന്വസൂയാമുമാഗധം മധുസൂദന അനുഗ്രഹോയൽഭവതോരാജ്ഞം രാജ്യച്യുതർവിഭോ രാജ്യേശ്വര്യമതോന്നധോന ശ്രേയോ വിന്ദതേ നൃപഃ ത്വന്മായാമോഹിതോ നിത്യമന്യതേ സമ്പദോ ജലാഹ മൃഗദൃഷ്ടാം യഥാബാലമന്യന്തൗതകാശയം ഏവം വൈകാരികീമായാമയുക്താവസ്തു ചക്ഷതേ വയം പുരാ ശ്രീമദനഷ്ടദിഷ്ടയോ ജിഗീഷയാസീതരേതരസ്പൃധ ഘനന്ദപ്രജാ ആസ്വാതി നിർഘൃണാ പ്രഭോ മൃത്യും പുരസ്തു ആവിഗണയ്യ ദുർമദാഹ ത ഏവ കൃഷ്ണാദ്യഗഭീര്യം ഹസ ദുരന്തവീര്യേണ വിചാലിതാ ആശ്രയ കാലേന തന്വാ ഭവതോനുകമ്പയാ വിനഷ്ടദർപ്പാശ്ചരണൗ സ്മരാമതേ അധോന രാജ്യം മൃഗദൃഷ്ടിരൂപിതം ദേഹേന ശശ്വൽപതദാരുജാംഭുവ ഉപാസിതവ്യം സ്പൃഹയാമഹേ വിഭോ ക്രിയാഫലം പ്രയത്യജ കർണരോചനം തം ന സമാദിശോപായം യേന തേ ചരണാബ്ജയോ സ്മൃതിര്യഥാ ന വിരമേദപി സംസരതാമിഹ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ ശ്രീസുക ഉവാച സംസ്തൂയമാനോ ഭഗവാൻ രാജഭിർമുക്തബന്ധനൈ താനാഹ കരുണസ്താദ ശരണ്യശ്ലക്ഷ്ണയാ ഗിരാ ശ്രീഭഗവാനുവാച അദ്യ പ്രഭൃതിവോ ഭൂവാമയ്യാത്മനഖിലേശ്വരെ സുദൃഢാ ജായത്തെ ഭക്തി പാഠമാശംസിതം തഥാ ദിഷ്ട്യാ വിവസിതം ഭൂപാ ഭവന്തർദഭാഷിണ ശ്രീ ഐശ്വര്യമതോന്നാഹം പശ്യ ഉന്മാദകം നൃണ ഹൈഹയോ നഹുഷോ വേനോ രാവണോ നരകോപരെ ശ്രീമതാൽ ഭ്രംശിതാ ആസ്ഥാനാൽ ദേവദൈത്യ നരേശ്വരാ ഭവന്ത ഏതദ്വിജ്ഞായ ദേഹാദ്യുൽപാദ്യമന്തവൽ മാം യജന്തോധ്വരൈരുക്താ പ്രജാധർമ്മേണ രക്ഷത സന്തന്വന്ത പ്രജാതന്തുൻ സുഖം ദുഃഖം ഭവാഭവോ പ്രാപ്തം ച സേവന്തം അച്ചിത്ത വിചരിഷ്യഥ ഉദാസീനാശ്ച ദേഹാദൗ ആത്മാരാമധൃതവ്രതാഃ മയ്യാവേശമന സമ്യക് മാമന്തേ ബ്രഹ്മയാസ്യഥ ശ്രീസുക ഉവാച ഇത്യാദിശ്യ നൃപാൻ കൃഷ്ണോ ഭഗവാൻ ഭുവനേശ്വര തേഷാം ന്യയുങ്ത പുരുഷാൻ സ്ത്രീയോ മജ്ജനകർമ്മണി സപര്യങ്കാരയാമാസ സഹദേവേന ഭാരത നരദേവോചിതൈർവസ്ത്രൈർഭൂഷണൈഃ സ്രഗ്വിലേപനൈഃ ഭോജയിത്വവരാന്യേന സുസ്നാതാൻ സമലംകൃതാൻ ഭോഗൈശ്ച വിവിധൈരുക്താം സ്താംബൂലാദ്യൈർനൃപോചിതൈഃ തേ പൂജിതാ മുകുന്ദേന രാജാനോ മൃഷ്ടകുണ്ടലാഃ വിരേജുർമോചിതാ ക്ലേശാൽപ്രാവൃണന്ത യഥാഗ്രഹാഃ രഥാൻ സദശ്വനാരോപ്യമണികാഞ്ചനഭൂഷിതാൻ പ്രീണയ്യ സൂനൃതൈർവാക്യൈഃ സ്വദേശാൻ പ്രത്യയാപയൽ ത ഏവ മോചിതാ കൃച്ഛ്രാൽ കൃഷ്ണേന സുമഹാത്മന യേയുസ്തമേവ ധ്യായന്തഃ കൃതാനി ച ജഗൽപതേഃ ജഗതു പ്രതിഭ്യസ്തേ മഹാപുരുഷചേഷ്ടിതം യഥാ അന്വശാസ്ത്ര ഭഗവാൻ തഥാ ചക്രു അതന്ത്രിതാഃ ജരാസന്ധം ഘാതയിത്വ ഭീമസേനേന കേശവ പാർത്ഥാഭ്യാം സംയുതപ്രായ സഹദേവേന പൂജിതഃ ഗത്വാ തേ ഖാണ്ഡവപ്രസ്ഥം ശംഖാൻ ദഗ്ധമുർജിതാരയ ഹരിഷയന്തസ്വ സുഹൃദോ ദുരിഹൃതാം ചാസുഖാവഹ തച്ഛുറുത്വാ പ്രീതമനസ ഇന്ദ്രപ്രസ്ഥനിവാസിനഃ മേനിരമാഗധം ശാന്തം രാജ ചാപതമനോരഥ അഭിവന്ദ്യാധരാജനം ഭീമാർജുനജനാർദ്ദനാഃ സർവമാശ്രാവയാഞ്ചക്രു ആത്മനായതനുഷ്ഠിതം നിശമ്യ ധർമ്മരാജസ്ഥൽ കേശവേനാനുകമ്പിതം ആനന്ദാശുകലാമുഞ്ജന പ്രേംണ നോവാച കിഞ്ചന ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ 370തമോധ്യായഃ. ഒരു ദിവസം മഹർഷി ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര മഴ, നിൽക്കാത്ത മഴ പെയ്ത് പുഴയിൽ വെള്ളം പോന്നിട്ട് തൻ്റെ ആശ്രമമൊക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോയി. കുറേ കഴിഞ്ഞപ്പോൾ അത് മാത്രമല്ല, പിന്നെയും മഴ നിൽക്കാണ്ട് പെയ്ത് ഈ പർവ്വതം മുങ്ങി, ഈ ഭൂമി മുഴുവനും വെള്ളത്തിലായി. പ്രളയം വന്നു. ആ പ്രളയജലത്തിൽ എങ്ങ് പോകണ്ടു എന്നറിയാതെ ആ നിലവെള്ളാത്ത വെള്ളത്തിൽ അങ്ങോട്ട് നീന്തുക. മഹർഷി വളരെ കഷ്ടപ്പെട്ടു. ജലജീവികൾ വന്ന് അതിനെ കടിക്കുക, തിന്നുക, കൊല്ലുക. എന്നിട്ടോ അത് തിന്ന് മരിച്ചിട്ട് പിന്നെയോ ആയിരക്കണക്കിന് ജന്മങ്ങളെടുത്തു തന്നെ പല ശരീരങ്ങളും പല ജീവികളായി ജനിക്കുക. അങ്ങനെ ആ ജന്മങ്ങളിലൊക്കെ കഷ്ടം, ക്ലേശം, ദുരിതം, മനപ്രയാസം, ആദികൾ, വ്യാധികൾ എന്ന് വേണ്ട ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചു. ഇതൊക്കെ കഴിഞ്ഞ് വീണ്ടും നോക്കുമ്പോൾ വീണ്ടും ആ കര കാണാ കടലിലാണ്, ആ പ്രളയത്തിലാണ്.
അപ്പോൾ നോക്കുമ്പോൾ വടക്ക് ഭാഗത്ത് ചെറിയൊരു തുരുത്തും അവിടെ ഒരു ആല് വരാം. അതിൻ്റെ ഒരു കൊമ്പ് ഇങ്ങനെ പതുക്കെ വെള്ളത്തേക്ക് താണു വന്നിക്കണം. അതിൻ്റെ അടിയിൽ നോക്കുമ്പോഴോ ആ ഒരു ആലിലിങ്ങനെ പൊന്തി കിടക്കുന്നു. അതിലുണ്ടൊരു കുട്ടി കാല് കുടിച്ചുകൊണ്ട് കിടക്കുക. ഒരു ചെറിയ കുട്ടി ഇതിൻ്റെ കാലൊക്കെ വളച്ച് വായിൽ വെച്ച് ഇങ്ങനെ കുടിച്ചുകൊണ്ട് കിടക്കുക. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. ബാലമുകുന്ദ ഭഗവാനകി ജയ്. ഭഗവാൻ സൃഷ്ടികാലത്ത് എല്ലാവരും ഭഗവാന്റെ കാലിൽ വന്ന് വീഴത്രേ. ബ്രഹ്മാവ് മുതൽ ശിവൻ മുതൽ എല്ലാവരും മഹർഷിമാരും ഭക്തന്മാരൊക്കെ. ആ ഭഗവാൻ വെച്ചാൽ എന്താ എൻ്റെ കാലിൽ ഇത്ര വിശേഷം? അപ്പോൾ ഒന്നാമത് വലുതാവുമ്പോൾ നമ്മൾ കാല് മടക്കി വായ കൊണ്ടുപോകാൻ പറ്റില്ല, കൊച്ചുകുട്ടിക്ക് പറ്റും. അപ്പോൾ എന്ത് ചെയ്തു? പിന്നെ ആൾക്കാർ കാണില്ല ഇത് അല്ലേ? അപ്പോൾ ഭഗവാൻ പ്രളയത്തെ എല്ലാം തന്നിൽ വിലയിപ്പിച്ചു. എന്നിട്ട് ഭഗവാൻ ഒരു കൊച്ചുകുട്ടിയായി. കൊച്ചുകുട്ടിയാകുമ്പോൾ കാല് വളച്ച് വായിൽ കുടുക്കി കൊണ്ടുപോയി കുടിക്കാൻ എളുപ്പാ. എന്താ അർത്ഥം? സർക്കിളിൽ അതിൻ്റെ ആ തുടക്കം എവിടെ, ഒടുക്കം എവിടെ, മിഡിൽ എവിടെ കണ്ടെത്താൻ പറ്റില്ല. പറ്റുമോ? ഒരു സ്ട്രൈറ്റ് ഒരു ലൈനാണെങ്കിലോ അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് മിഡിൽ എൻ്റെ അറിയാൻ കഴിയും. ഭഗവാൻ ആദിയും മധ്യവും അന്തവും ഇല്ലാത്തവനാ, ആദ്യന്തരഹിതനാ. അത് സൂചിപ്പിക്കുക. കാരണം പരിപൂർണനാണ്. സർക്കിൾ പൂർണ്ണതയെ കാണിക്കുക. ഭഗവാൻ പരിപൂർണനാണെന്ന്. ദൈവത്തിന് പരിധിയില്ല എന്ന്. ഗോഡ് ഈസ് ലൈക്ക് എ സർക്കിൾ ഹുസ് സർക്കംഫറൻസ് ഈസ് എവ്രിവെയർ. പരിധി ഒരു സർക്കിളിനെ മാതിരിയാണ്. സർക്കിളിൻ്റെ പരിധി എവിടെയാണ് കാണാൻ പറ്റില്ല, എല്ലായിടത്തും. അതുപോലെ ദൈവത്തിന് പരിധിയില്ല. എന്നാലോ നമ്മളും അതെ, ആ ഈശ്വരൻ്റെ തന്നെ തനിസ്വരൂപങ്ങളായെന്ന ജീവന്മാരും സോളും ഒരു സർക്കിളിനെ മാതിരിയാണ്. പക്ഷേ നമ്മുടെ സെൻറ്റർ ഈ ശരീരത്തിലാണ്. മനസ്സിലായോ? നമ്മൾ ഈ ശരീരത്തിൽ അഭിമാനിക്കണം. ഭഗവാൻ അങ്ങനെയില്ല. അപ്പോൾ ഭഗവാൻ പരിപൂർണനാണെന്ന് കാണിച്ചു. കാല് കുടിക്കണം എന്താ? നമുക്ക് കൊച്ചു കുട്ടികളെ നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? കൊച്ചു കുട്ടികൾ എപ്പോഴും ഈ വിരലിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കണം. അവിടെ വയസ്സ് വരെ വിരൽ കുടിക്കില്ലേ? നമ്മളൊക്കെ കുടിച്ചിട്ടില്ലേ? എന്താ അത്? ആത്മാരാമനാണെന്നർത്ഥം. ആ കുട്ടിക്ക് ആനന്ദിക്കാൻ ഒന്നും വേണ്ടത്. ആ വിരൽ കയ്യിൽ നിന്നെടുത്ത് അപ്പം കറിയൂലേ? ചോക്ലേറ്റ് തരാം, അത് പറ്റില്ലേ? വേണ്ട വേണ്ട, എൻ്റെ വിരലുണ്ട് എനിക്ക്. ആ കുട്ടി തന്നിൽ ആനന്ദിക്കുക അല്ലേ? ആ കുട്ടി ഭഗവാൻ തൻ്റെ കാല് മടക്കി വിരൽ കുടിച്ചുകൊണ്ട് കിടക്കുന്നു വെച്ചാൽ ഞാൻ ആത്മാരാമനാണ് എന്ന് കാണിക്കുക. മനസ്സിലായോ? ഏതായാലും ആ കുട്ടിയുടെ അടുത്തേക്ക് ഈ മഹർഷി നീന്തി ചെന്നപ്പോൾ എന്തായി? മഹർഷി ആ കുട്ടി ശ്വാസം എടുത്തപ്പോൾ ആ ശ്വാസത്തിലൂടെ ഈ കുട്ടിയുടെ ഉള്ളിലേക്കാണ് പോയി. ഉള്ളിൽ പോയപ്പോഴോ ഈ മുങ്ങിപ്പോയ ലോകങ്ങൾ മുഴുവനും പർവ്വതവും തൻ്റെ ആശ്രമവും ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന മഹർഷിയൊക്കെ ഉണ്ട് അവിടെ. ഈ ലോകമൊക്കെ അവിടെയുണ്ട്. ഇതൊക്കെ എന്താ ഇങ്ങനെ ഇവിടെ കാണുന്നത്? തൻ്റെ ആശ്രമ അന്തേവാസികളൊക്കെ അവിടെയുണ്ട്. അവിടെ ശിഷ്യഗണങ്ങളൊക്കെ താനും ഉണ്ട് അവിടെ. കുറച്ച് ഇപ്പോൾ അടുത്ത ശ്വാസത്തിന് വെളി വന്നു. അപ്പോൾ ആ സുന്ദരനായ കുട്ടിയെ കണ്ടു. ആരെടുക്കാനായിട്ട് ചെന്നു. അപ്പോഴോ കുട്ടിയില്ല, കടലുമില്ല, പ്രളയവുമില്ല, ഒന്നുമില്ല. ആ നിമിഷം അതൊക്കെ മറഞ്ഞുപോയി. വാസ്തവത്തിൽ എന്തെങ്കിലും ഉണ്ടായോ? മഹർഷി ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒന്ന് മനോരാജ്യം കൊണ്ടതാ. ഒരു സ്വപ്നം പോലെ, ഒരു മനോരാജ്യം പോലെ. യഥാർത്ഥത്തിൽ ഉണ്ടായില്ല, ഒക്കെ തോന്നിയതാ. മനസ്സിലായോ? എന്താ അത്? അതേന് മനസ്സിലായി. ഭഗവാന്റെ മായയെ കാണുന്നവർ കാണിച്ചു കൊടുത്തതാണ്. മായയിൽ പെട്ടതാ ഇങ്ങനെയാണ്, ജനിച്ചും മരിച്ചൊക്കെ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കേണ്ടി വരും. പിന്നെ ഈ കുട്ടിയുടെ ഉള്ളിൽ ലോകം കാണിച്ചു കൊടുത്തെന്താ? ഈ ദ്വാദശസ്കന്ധത്തിൻ്റെ വിഷയം ആശ്രയമാണ്. ആശ്രയം പരംബ്രഹ്മ പരമാത്മേ ദിഗീയതേ. പരബ്രഹ്മമെന്നും പരമാത്മാവെന്നും ഈശ്വരനെന്നും ഭഗവാനെന്നുമൊക്കെ പറയുന്നത് ആണ് ഈ പ്രപഞ്ചത്തിന് ആശ്രയം. എനിക്കും നിങ്ങൾക്കൊക്കെ ആശ്രയം. മനസ്സിലായോ? ആ ആശ്രയതത്വത്തെ നമുക്ക് മനസ്സിലാക്കി തരാനും അതിനുള്ള മനഃശുദ്ധി നമുക്ക് ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് 9 ലക്ഷണങ്ങളിലൂടെ ഇതേവരെ പല കാര്യങ്ങളും പറഞ്ഞതെന്ന്. മനസ്സിലായോ? ദശമസ്യ വിശുദ്ധ്യർത്ഥം നവാനാമിഹ ലക്ഷണം. ദശമലക്ഷണം സർഗം വിസർഗം സ്ഥാനം പോഷണം ഊതി മന്വന്തരം ഈശ കഥാ നിരോധം മുക്തി ആശ്രയമെന്ന് 10 ലക്ഷണമാണ് ഈ ഭാഗവതത്തിന്. മനസ്സിലായോ? ആ ലക്ഷണം കഥകളൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞത് ദശമതത്വമായ 10ാമത്തെ തത്വമായ ആ ആശ്രയം, സർവ ആശ്രയ പരമാത്മാവിനെ ഭഗവാനെ സാക്ഷാത്കരിക്കാനുള്ള വിശുദ്ധി, പരിശുദ്ധി, മനഃശുദ്ധി നമുക്കുണ്ടാവണ്ടേ?
അതിനാണ് ഇത്രയും രാജാക്കന്മാരുടെ കഥ, ഭക്തന്മാരുടെ കഥ, ഭഗവാന്റെ കഥകളൊക്കെ പറഞ്ഞത്. അതൊക്കെ വേണ്ട പോലെ പിന്തുടരുന്ന ആൾക്ക് ശുദ്ധി ഉണ്ടാവും. അപ്പോൾ ഈ സമസ്തത്തിനും ആശ്രയമായ പരമാത്മ സാക്ഷാത്കാരം ഉണ്ടാവും. വാസ്തുവിൽ ആശ്രയം, ഇപ്പം ഞാൻ ചെയർമേലിരിക്കണു, ചെയർ എനിക്ക് ആശ്രയം. നിങ്ങൾ ഭൂമിയിലിരിക്കണം, ഭൂമി ആശ്രയം. ഇങ്ങനെയാണോ? ഇപ്പം രണ്ട് വസ്തുണ്ട്, ആശ്രയവും ആശ്രയിയുണ്ട്. ഇങ്ങനെയില്ല. ആ കഴുത്തിൽ കിടക്കണ സ്വർണ്ണം റിങ്ങിന് ആശ്രയം എന്താ? സ്വർണം. സ്വർണ്ണമാലയ്ക്ക് എന്താ ആശ്രയം? സ്വർണം. അപ്പോൾ ഇവിടെ സ്വർണവും മാലയും രണ്ടുണ്ടോ? ഒന്നല്ലേ ഉള്ളൂ. ഇതുപോലെയാ ഈ പ്രപഞ്ചത്തിന് ആശ്രയം ഭഗവാൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചവും ഭഗവാനും വേറെ ഉണ്ടെന്നല്ല അർത്ഥം. പിന്നെയോ ഈശ്വരൻ തന്നെ പ്രപഞ്ചാകാരേണ ഇരിക്കുന്നു. ഇതാണ് ആ സത്യം സാക്ഷാത്കരിക്കാൻ പറ്റുക എന്നർത്ഥം. അത് ബോധിപ്പിക്കലാണ് ഭാഗവതത്തിൻ്റെ ഉദ്ദേശം. വസ്തു അദ്വിതീയം തന്നിഷ്ടം കൈവല്യേകപ്രയോജനം. ഇവിടെ പല വസ്തുവില്ല, വസ്തു ഒന്നേ ഉള്ളൂ എന്ന് ബോധിപ്പിക്കുകയാണ് ചെയ്യണത്. മനസ്സിലായോ? ഇങ്ങനെ അതൊക്കെ പറഞ്ഞു കൊടുത്തു. ആ സൂതനും കഥ നിർത്തിപ്പോയി. മനസ്സിലായോ? ഇങ്ങനെ ഭാഗവതം ഭഗവാന്റെ ആ മഹിമ, ഭഗവാന്റെ സ്വരൂപം, ആ ഭഗവാനെ അടയാനുള്ള വഴി, ഭഗവാനെ പ്രാപിച്ചാളുടെ ലക്ഷണം, ഭക്തൻ്റെ ലക്ഷണം, ഇതെല്ലാം അടങ്ങിയതാണ്. ഇങ്ങനെ 18 പുരാണങ്ങളുണ്ട്. ആ പുരാണങ്ങളിൽ മുഴുവൻ വേദതത്വമാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. വേദാർത്ഥത്തെ സാമാന്യക്കാരന് എളുപ്പത്തിൽ മനസ്സിലാക്കി കൊടുക്കാനുള്ള മഹർഷിയുടെ ശ്രമമാണ്. ആ 18 പുരാണങ്ങളിൽ വെച്ച് ഏറ്റവും വിശിഷ്ടമായത്, പുരാണങ്ങളുടെ തിലകം എന്ന് പറയുന്നത് ഈ ശ്രീമദ് ഭാഗവതമാണ്. 18,000 ശ്ലോകങ്ങളിലെ ആ ശ്രീമദ് ഭാഗവതത്തിൽ ആദിമധ്യാവസാനങ്ങളിൽ ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ട്. ആ കഥകളിലൂടെ നമുക്ക് നശ്വരമായ പ്രപഞ്ചത്തിൻ്റെ ആ നശിക്കുന്ന സ്വഭാവം കാണിച്ചു തന്ന് അതിലൊക്കെയുള്ള ആസക്തി കളയാനാണ്. വൈരാഗ്യം ഉണ്ടാവാൻ, ഭഗവാന്റെ കഥകൾ ഭക്തി ഉണ്ടാവാൻ. പിന്നെയോ ഭക്തന്മാർക്ക് ഭഗവാൻ കൊടുക്കുന്ന ഉപദേശം, ഭഗവാൻ മഹർഷിമാർ കൊടുക്കുന്ന ഉപദേശം, അതൊക്കെ വേദാന്ത തത്വങ്ങൾ, ആധ്യാത്മിക ഉപദേശങ്ങൾ, അതൊക്കെ ആത്മബോധം ഉണ്ടാവാൻ വേണ്ടി. വസ്തു അദ്വിതീയം, പല വസ്തുവില്ല, അവിടെ ഒരു വസ്തുവാണ് ഈ സമസ്ത ജഗത്തുമായിരിക്കണമെന്ന് ബോധിപ്പിച്ച് അതിൽ നമുക്ക് നിഷ്ഠയുണ്ടാക്കലാം. സർവ്വവേദാന്ത സാരമാണ് ഈ ശ്രീമദ് ഭാഗവതം. ഇതിൻ്റെ രസത്തിൽ നമുക്ക് രസം പിടിച്ചാൽ പിന്നെ മറ്റുള്ള രസമൊക്കെ തന്നെ പൊക്കോളും. ഇനി ഭാഗവതത്തിൻ്റെ കേമത്വം പറഞ്ഞു. നദികൾ എത്രയുണ്ടെങ്കിലും സ്വർഗ്ഗനദി അല്ലെങ്കിൽ അമർത്യ നദിയായ ഗംഗയ്ക്ക് സമാനാവില്ല അല്ലേ? നദികളിൽ ഗംഗയെ മാതിരിയാണ് പുരാണങ്ങളിൽ ഭാഗവതം. ദേവതകളിൽ വിഷ്ണുവിനെ മാതിരിയാണ് പുരാണങ്ങളിൽ ഭാഗവതം. വിഷ്ണുഭക്തന്മാരിൽ മഹാദേവനെ മാതിരിയാണ് പുരാണങ്ങളിൽ ഭാഗവതം. ക്ഷേത്രം എത്രയുണ്ടെങ്കിലും കാശി ക്ഷേത്രം കഴിഞ്ഞിട്ടേ വേറൊരു ക്ഷേത്രമുള്ളൂ. ക്ഷേത്രങ്ങളിൽ കാശിയെ മാതിരിയാണ്. അങ്ങനെയൊക്കെയുള്ള ഈ ഭാഗവതത്തിന് മഹിമയൊക്കെ പറഞ്ഞതിന് ശേഷം അവസാനം സൂതൻ ആ നൈമിഷാരണത്തിൽ പ്രാർത്ഥിക്കുക എല്ലാവരും കൂടി. എന്താ വേണ്ടത് നമുക്കിപ്പോൾ? നമ്മുടെ മനസ്സ് ശുദ്ധാവണമല്ലോ. ഭഗവാൻ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്, എല്ലാവരുടെ ഉള്ളിലുണ്ട്. തന്നിലും മറ്റുള്ളവരിലും ഒക്കെയുള്ള ഭഗവാനെ തിരിച്ചറിയണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സ് വിശുദ്ധമാവണ്ടേ, പരിശുദ്ധമാവണ്ടേ? അതിനെന്താ വഴി? ഭക്തി ഒന്ന് മാത്രമേ വഴിയുള്ളൂ. അതിന് എന്ത് ചെയ്യണം? എപ്പോഴും അവിടുത്തെ ഓർമ്മിക്കലാണ് ഭക്തി. ഓർമ്മിക്കാൻ എളുപ്പവഴി അവിടുത്തെ ആ പേര് പറയലല്ലേ അല്ലേ? ഒരാളെ കുട്ടി മോളുടെ പേരെന്താ? കവിതയെന്ന് വിളിക്കുമ്പോൾ കവിത ഓർമ്മ വരില്ലേ ഉള്ളിൽ? ഇതുമാതിരി ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ ഭഗവാനെ ഓർമ്മ വരില്ലേ? ഭഗവാനെ ഓർമ്മിക്കാൻ എളുപ്പവഴി നാമം ജപിക്കില്ല. അതുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായതേ തഥാ കുരുഷ്വ ദേവേശ നാഥസ്ത്വം നോ യത പ്രഭോ നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമനഃ തം നമാമി ഹരിം പരം. അങ്ങനെ ആ ഭഗവാൻ ശ്രീഹരിയുടെ ആ പ്രത്യക്ഷ സ്വരൂപമായ ഈ ശ്രീമദ് ഭാഗവതം, ഭഗവാന്റെ അപാരമായ വാത്സല്യം, ഭഗവത് സ്വരൂപിണിയായി ജഗദംബിക സ്വരൂപിണിയായിരിക്കുന്ന അമ്മയുടെ അപാരമായ വാത്സല്യം, കാരുണ്യം കൊണ്ട് നമുക്കിവിടെ നടത്താൻ സാധിച്ചു. എനിക്കിത് എന്നെക്കൊണ്ടിത് പറയിപ്പിച്ചു ഭഗവാനും ഭഗവതിയും. നമ്മുടെ മനസ്സത്രയും ആ ചിത്തവൃത്തികൾ ഭഗവാനെക്കുറിച്ചായി നമ്മൾ ഓരോരുത്തരും ശുദ്ധിയും കൂടുതൽ ആ സത്യത്തോടടുത്ത് കൃതാർത്ഥരായി തീരാൻ വേണ്ടി നമുക്കിങ്ങനൊരു അവസരം ഒരുക്കി തന്ന ആ ജഗദംബികയുടെയും ആ ജഗദീശ്വരൻ്റെയും പാതാരവിന്ദങ്ങളിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ഭാഗവതത്തെ ഇവിടെ സമർപ്പിക്കണം. നമാമി നാരായണ പാദപങ്കജം കരോമി നാരായണ പൂജനം സദാ വദാമി നാരായണ നാമ നിർമ്മലം സ്മരാമി നാരായണ തത്വമൗവ്യയം. നാരായണ എല്ലാവരും ഉച്ചത്തിൽ നാമം ജപിച്ചുകൊണ്ട് നിർത്താം.
നാരായണ 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 നാരായണ